ഇന്നലെ, അതായത് 2025 ജൂലൈ 25, മലയാളിയുടെ വാർത്തായിടങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിനുശേഷം അതിഭീകരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കൊടും ക്രിമിനലായിരുന്നു ഗോവിന്ദച്ചാമി. വാർത്തകളുടെ ജനന മരണങ്ങൾക്കിടയിൽ മാത്രം അതീവ ജാഗരൂകമാവുകയും പിന്നീട് മൗനത്തിൻ്റെ മൺപുറ്റിലേക്ക് നൂണ്ടുകയറുകയും ചെയ്യുന്ന മലയാളി ഈയിടെ മരണപ്പെട്ട ആളൂരിനെ പോലെയുള്ള വൻതുക ഫീസായി വാങ്ങുന്ന മുൻനിര അഭിഭാഷകൻ എങ്ങനെ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുത്തു എന്നതും അതിൻ്റെ പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകളെപ്പറ്റിയും ഗൗരവമായ ഒരു ആലോചന നടത്തിയില്ല എന്നത് തീർച്ചയായും നിരാശയുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ്.